ലിസിയില. ഞാൻ വരുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. പിന്നെ ഷാജിദ മാമിനെ 4 വർഷം കൊണ്ട് എനിക്കറിയാം. സ്റ്റാറ്റസ് ഒക്കെ കണ്ടു തന്നെയാണ് ഈ കോഴ്സിനെ പറ്റിയൊക്കെ പഠിച്ചത്. പിന്നെ എനിക്ക് പറയുവാണെങ്കിൽ എനിക്ക് ഈ നാടറിയില്ല, എൻ്റെ ഈ നാട്ടിൽ റിലേറ്റീവ്സ് അങ്ങനെ ആരുമില്ല. അപ്പം ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഷാജിദ മാമിൻ്റെ ഒരു നല്ലൊരു എഫേർട്ട് തന്നെയാണ്. പിന്നെ ഞാനിന്നിവിടെ നിൽക്കുന്നതിൽ പടച്ചവനോട് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ഉമ്മായും വാപ്പായും ഉള്ളത് കൊണ്ടാണ് ഞാനെന്നൊരു വ്യക്തി ഇന്നിവിടെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം അതിനൊക്കെ വെച്ച് പറ്റുവാണെങ്കിൽ ഇന്ന് എൻ്റെ ഫാമിലി, അതായത് എൻ്റെ ഉമ്മച്ചിയുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. ഒരിക്കലും ഇപ്പം ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിനെ പറ്റി പറഞ്ഞാൽ അവർക്ക് ഇത്രയ്ക്ക് അറിയാവുന്നുണ്ടാവുള്ളൂ. ഒരു കോഴ്സാണ് അല്ലെങ്കിൽ നല്ലൊരു കോഴ്സ് ഞാൻ പഠിക്കുന്നു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്യണം അല്ലെങ്കിൽ ഇവിടം വരെ എത്തണം എന്ന് ഞാൻ പറയുമ്പോൾ ഇപ്പം എൻ്റെ ഉമ്മ എന്നോട് പറയുകയാണ് അല്ലെങ്കിൽ എൻ്റെ വാപ്പ എന്നോട് പറയുകയാണ്, നീ പോവരുത്, പോകാൻ പറ്റത്തില്ല, അത്രയും ലോങ് യാത്രയാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എനിക്ക് ഇവിടെ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഉമ്മച്ചി എന്ന് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. പിന്നെ ഈ കോഴ്സിൻ്റെ എൻ്റെ മോളെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവാണ് എൻ്റെ മോള്. ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പം എന്തെങ്കിലും എഴുതണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം എനിക്ക് ഫോണിൽ പഠിക്കണമെന്ന് പറഞ്ഞാലോ അവൾ എന്നെ ശല്യപ്പെടുത്താറില്ല. ഒരിച്ചിരി നേരം പോലും അവൾ എന്തെങ്കിലും അല്ലെങ്കിൽ ഏത് കാര്യത്തിലും ഏറ്റവും കൂടുതൽ സപ്പോർട്ടും അല്ലെങ്കിൽ ഒരു വിൽ പവർ എന്ന് പറയുമ്പോൾ എൻ്റെ മോള് തന്നെയാണ്. അവൾ കാരണമാണ് ഇന്ന് ഈ ഒരു കോഴ്സ് എനിക്ക് പഠിക്കാൻ പറ്റിയതും. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഒരു ജീവിതശൈലി വെച്ച് പറയുകയാണെങ്കിൽ 18 വയസ്സ് കഴിയുമ്പോൾ അറിയാമല്ലോ, ഞങ്ങളുടെയൊക്കെ ഒരു കാസ്റ്റ് വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കല്യാണം കഴിച്ചു വിടും. അപ്പോൾ ആ ഒരു കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മുടെ ലൈഫ് ഭയങ്കരമായിട്ട് മാറും, നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണും. പക്ഷേ ഒരിക്കലും നമ്മൾ കാണുന്ന സ്വപ്നങ്ങളായിരിക്കില്ല നമ്മുടെ ജീവിതങ്ങൾ. കുറേ കഴിയുമ്പോൾ പല രീതിയിലും നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. കുറേ വർഷങ്ങൾ കഴിഞ്ഞു, 8 വർഷത്തോളമായി. അതിനുശേഷം പിന്നും പഠിക്കാൻ തുടങ്ങി. DCA കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഞാനൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞു ഇങ്ങനൊരു കോഴ്സ് അച്ചീവ് ചെയ്തു. അപ്പോൾ ഈ കോഴ്സിൽ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതും ഈ ഒരു അച്ചീവ്മെൻറ്റിൽ എത്തിയതും ഒക്കെ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ പേരിലും എൻ്റെ സ്വന്തം അധ്വാനത്തിൻ്റെ പേരിലുമാണ്. പിന്നെ എന്നെ ഇതിൻ്റെ ബാക്കിൽ എൻ്റെ ഫാമിലിയെ കൂടാതെ എന്നെ സപ്പോർട്ട് ചെയ്ത നല്ലൊരു വ്യക്തിയുണ്ട്. പക്ഷേ ആ ഒരാളുടെ സപ്പോർട്ടും കൂടെ ഉള്ളത് കൊണ്ടാണ് പൂർണ്ണമായിട്ടും ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും അല്ലെങ്കിൽ ഇത്രയും ലോങ് ജേണി, അല്ലെങ്കിൽ ഒരു 9 വീട്ടിൽ നിന്നൊരു 5:30 ഇറങ്ങിയ ആളാണ് ഞാൻ. ഇവിടെ എത്തിയത് വൈകുന്നേരമാണ്. അപ്പം അത്രയും ആ ലോങ്ങിൽ ഞാനും എൻ്റെ ഉമ്മച്ചിയും ഇന്ന് ഇവിടെ ഇത്രയും സമയത്തിനുള്ളിൽ ഇത്രയും കവർ ചെയ്തു. തിരിച്ചുള്ള യാത്രയാണെങ്കിലും ഒറ്റയ്ക്ക് ഒരാൾ പോലും ഇല്ലാതെ ഇവിടെ എത്തിയത് ആ ഒരു വ്യക്തിയിലൂടെ തന്നെയാണ്. പിന്നെ അടുത്ത പറയുവാണെങ്കിൽ, കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് എന്താണോ അതാണ് ശരിക്കും കോഴ്സ്. ഇപ്പം എല്ലാവരും പാരൻസിനെ പറ്റി പറയണു അല്ലെങ്കിൽ അതിൽ ചിൽഡ്രൻസിനെ പറ്റി പറയണു ഒക്കെ പറയണുണ്ടാവും. മറിച്ച് ഞങ്ങളെ തന്നെ ചിന്തിച്ചു നോക്കണം. ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനായിരുന്നു വളർന്നത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് എന്തായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പഠിച്ചൊരു ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ നമ്മുടെ രീതികളോ ഒന്നുമല്ല. ഇപ്പോഴത്തെ ജനറേഷൻ മാറി, രീതികൾ മാറി. എൻ്റെ ഉമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തെന്ന് പറയുമ്പോൾ ബസ്സിൽ പോകുന്ന ദൂരം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഓട്ടോ വിളിച്ച് പോകുന്ന ദൂരം ഉണ്ടാവുള്ളൂ. പക്ഷെ ഒറ്റയ്ക്ക് വിടേയില്ല. ഞങ്ങൾ 3 പെൺപിള്ളേരാ, ആൺമക്കളില്ല, ഒറ്റയ്ക്ക് വിടില്ല. പക്ഷേ ഇന്ന് എൻ്റെ ഉമ്മച്ചിയോട് ഞാനും എൻ്റെ സിസ്റ്റേഴ്സും പറഞ്ഞു മാറാനുണ്ട് അല്ലെങ്കിൽ അവരെ ഇഷ്ടത്തിന് വിടണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിലാണ് എൻ്റെ ഉമ്മച്ചി ആ ഒരു ധൈര്യത്തോട് വന്നിട്ട് പലപ്പോഴും ചീത്ത വിളിക്കും. അങ്ങനെയല്ല പെണ്ണേ, ഇങ്ങനെയല്ല പെണ്ണേ എന്നൊക്കെ പറയും. പക്ഷെ എൻ്റെ സിസ്റ്റേഴ്സ് നിന്നിട്ട് അവരെ മക്കളാണെങ്കിൽ പോലും എൻ്റെ ഇത്താമാരെ മക്കളോട് ഞാൻ അവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കണേ. ഞാൻ പറയും നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത് കണക്ക് ജീവിക്കുക. ഒരിക്കലും ആരെയും അടിമകളായിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ഒരിക്കലും ജീവിക്കരുത്. ഈ ഇരിക്കുന്ന എല്ലാ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത്, നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടാവുക അല്ലെങ്കിൽ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും സ്ട്രോങ് ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് എല്ലാ ഡ്രീംസും അല്ലെങ്കിൽ നമ്മളെല്ലാ അച്ചീവ്മെൻറ്റ്സും നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. എൻ്റെ ഉമ്മച്ചി വിളിച്ചോട്ടെ.
ധൈര്യവും കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഈ വേദിയിൽ നിൽക്കുന്നതും. ഇല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ എൻ്റെ ഉമ്മച്ചീനോട് ഇങ്ങനെ നിൽക്കാൻ ഒരിക്കലും എനിക്ക് പറ്റില്ലായിരുന്നു. അള്ളാഹ് തന്നൊരു അനുഗ്രഹമാണ് എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ, എൻ്റെ സഹോദരങ്ങൾ. താങ്ക് യു.